പ്രൈസ് ലോർഡ്. അനുഗ്രഹ പ്രയർ ഹോം എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് മനസ്സിൽ രൂപപ്പെടുന്നത് കർത്താവിന്റെ ദിവ്യമായ 2 തിരുവചനങ്ങൾ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ്. നമുക്കറിയാം, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹൃദയം തുറക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെല്ലാം ശാന്തവും ഏകാന്തവുമായ സാഹചര്യങ്ങളാണ് നല്ലതെന്ന് ദൈവം അതിനായി അനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥലവും ഒരു പ്രാർത്ഥനാ മന്ദിരവുമാണിതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ല മഴയുള്ള സമയങ്ങളിൽ നമുക്ക് ആകാശം വ്യക്തമല്ല, പ്രകാശവും വ്യക്തമല്ല. ഇതുപോലെ തന്നെ പരശതം ചിന്തകൾ അഴിഞ്ഞു വീഴുന്ന ഹൃദയം, മൂടിക്കെട്ടിയ ഹൃദയം, ജീവിതത്തിന്റെ ഉത്കണ്ഠകളും ഭാരങ്ങളും നെടുവീർപ്പുകളും വേദനകളും കൊണ്ട് മഴ പോലെ ചിന്തകൾ പെയ്യുന്ന ഹൃദയം, കൂടുതൽ നെഗറ്റീവ് ചിന്തകളായിരിക്കും കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രകാശം കടന്നു വരിക ബുദ്ധിമുട്ടാണ്. ദൈവം എന്തെങ്കിലും ചിന്തകളോ ബോധ്യങ്ങളോ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നതിനും ബുദ്ധിമുട്ടാണ്. അത് തിരിച്ചറിയുന്നതിനും ബുദ്ധിമുട്ടാണ്. കാര്യം, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ചിന്തകളാണ്, ഉത്കണ്ഠകളാണ്, ആകുലതകളാണ്. എന്നാൽ ഈ അവസ്ഥകളെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ പക്കലേക്ക് ഹൃദയം ചേർക്കുവാനും അവിടുത്തെ പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനുമായി നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇരുന്നു കൊടുക്കേണ്ട സമയങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളുമുണ്ട്. ഒരു വ്യക്തി അവന്റെ ജീവിതഭാരവുമായി മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, ഒരു വ്യക്തി അവന്റെ ജീവിതം അവന് തന്നെ താങ്ങാൻ കഴിയുകയില്ല എന്ന മാനസിക സംഘർഷത്തിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് ജീവിതം കൈവിട്ടു പോകുന്നവർ തോന്നുമ്പോൾ, അവന് ജീവിതത്തെ നേരിടാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവൻ ചിന്തിക്കേണ്ടത്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്ക് ജീവൻ നൽകിയ ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവന് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരം, ഒരു വ്യക്തിക്ക് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരം ദൈവം തന്റെ ഒരു മകന്, ഒരു മകൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള മനസ്സിന്റെ വേർപെടലാണ്, തനിയെയുള്ള യാത്രയാണ്. ദൈവത്തെ ഹൃദയത്തിൽ അവിശ്വസിക്കുന്നതുകൊണ്ടോ അവഗണിക്കുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രക്ഷുബ്ധമായ ഹൃദയത്തിന്റെയും ഉത്കണ്ഠയുള്ള ഹൃദയത്തിന്റെയും സമാധാനമില്ലാത്ത ഹൃദയത്തിന്റെയൊക്കെ അവസ്ഥ. എന്റെ ദൈവത്തിൽ, എന്റെ ഹൃദയവും ശരീരവും സൃഷ്ടിച്ച ദൈവത്തിന് എന്റെ സമയങ്ങൾ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, എനിക്ക് തനിയെ മുൻപോട്ട് പോകാനും കഴിയാത്ത അവസ്ഥയിൽ എന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഞാൻ അഭയം പ്രാപിക്കുകയും സൃഷ്ടാവിന്റെ മുമ്പിൽ ഞാൻ എന്റെ സമയം കണ്ടെത്തുകയും അവിടുത്തെ മുമ്പിൽ സ്വസ്ഥമായി ഇരിക്കുകയും എന്റെ നെടുവീർപ്പുകളും പ്രാർത്ഥനകളും അവിടുത്തെ പക്കലേക്ക് ഉയർത്തുകയും ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ചിന്തകളെ മാറ്റി, നമ്മുടെ ഉത്കണ്ഠകളെ മാറ്റി, നമ്മുടെ ആകുലതകളെ മാറ്റി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ ഉള്ളിലെ അരൂപയെ ഉണർത്തുകയും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം ഉണർത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുന്ന അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിന് ഏകാന്തത ആവശ്യമാണ്, ദൈവത്തിന് നൽകാൻ സമയം ആവശ്യമാണ്, ദൈവത്തോട് ചേർന്ന് എന്ന് ചിന്തിക്കുവാൻ വചനം ആവശ്യമാണ്, ദൈവം നൽകുന്ന ബോധ്യങ്ങളിലൂടെ തന്നെ വിസ്തരിക്കേണ്ടത് ആവശ്യമാണ്. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്ന കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഇന്ന് ആ സ്വരവും ആ വചനം ഇന്ന് യേശു നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയാനുണ്ടാവണം, ഗുരു, നിന്നോടൊപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും, എനിക്ക് സാധിക്കുമെന്ന്. അതാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. ദൈവത്തോട് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനായി 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഹൃദയവും നമ്മുടെ സമയവും മറ്റെല്ലാ ലോകമോഹങ്ങളിൽ നിന്നും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ജീവിതത്തിന്റെ ആഘോഷങ്ങളിൽ നിന്നും വേർപെടുത്തി ഏകാന്തമായി ചെലവഴിക്കുന്ന നിമിഷങ്ങളോ മണിക്കൂറുകളോ ആയിരിക്കാം ജീവിതത്തിലെ ഏറ്റവും നല്ല, ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ, മണിക്കൂറുകൾ. ലൂക്കയുടെ സുവിശേഷം
22 അധ്യായം 46 വാക്യത്തിൽ കർത്താവ് വീണ്ടും ശിഷ്യരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഒരു മനുഷ്യനിൽ അവന്റെ സാമ്പത്തിക മേഖലയിൽ, അവന്റെ ആത്മീയ മേഖലയിൽ, അവന്റെ ശാരീരിക മേഖലയെല്ലാം അവൻ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അവയെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കാനാണ് നിങ്ങൾ ഉറങ്ങുന്നതെന്ത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കുവാൻ, ദുഃഖങ്ങളിൽ വന്ന് വീഴാതിരിക്കാൻ, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ, പ്രതിസന്ധികളെ നേരിടുവാനൊക്കെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നു. ഈ വചനം നമ്മൾ കേൾക്കുന്നതല്ലാതെ ഒരു പ്രായോഗികതയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാന്തമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനും ലോകത്തിൻ്റെതല്ലാത്ത ദൈവത്തിന്റെ ശക്തി ഹൃദയത്തിൽ സ്വീകരിക്കാനും സാധിക്കും. ഇതുപോലെ ഒരു പ്രാർത്ഥനാലയം, ഒരു ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാലയം, ഹൃദയം പങ്കിട്ട് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള പ്രാർത്ഥനാലയം രൂപപ്പെടാനുള്ള കാരണം തന്നെ ഈ വചനങ്ങളിലെ കുറിച്ചുള്ള ധ്യാനവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന ചിന്തയുമാണ്. നമുക്കറിയാം, കനത്ത മഴയുള്ള പകലുകളിൽ പോലും നമുക്ക് പ്രകാശമാനമായ ഒരാകാശം കാണാൻ സാധിക്കില്ല. മഴ പെയ്ത് തോരണം. അതുപോലെ തന്നെ മൂടിക്കെട്ടിയ ഹൃദയങ്ങളിൽ ജീവിതത്തിന്റെ ഉത്കണ്ഠകളും ആകുലതകളും നിരാശകളും സങ്കടങ്ങളും എല്ലാം കൊണ്ട് കയ്പ് നിറഞ്ഞ ഒരു ഹൃദയത്തില് പോസിറ്റീവ് ചിന്തകൾ കടന്നു വരിക ബുദ്ധിമുട്ടാണ്. ഉണരുന്ന മുഴുവൻ നെഗറ്റീവ് ചിന്തകളായിരിക്കാം. പരസ്പരം ചിന്തകൾ കെട്ടഴിഞ്ഞ് വീഴുന്നു. അവിടെ നിന്ന് നമുക്ക് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനോ, ദൈവത്തിന്റെ പ്രത്യാശയിലേക്ക് കടന്നു വരാനോ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനോ ഈ ഹൃദയം വെച്ചുകൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ജീവിത വ്യഗ്രതയിൽ നിന്ന്, സാമ്പത്തിക ഉത്കണ്ഠയിൽ നിന്ന്, രോഗഭയങ്ങളിൽ നിന്ന്, മറ്റെന്ത് പ്രതികൂലമായ അവസ്ഥകളാണോ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ സ്വയമേവ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സൃഷ്ടാവിൽ ആശ്രയിച്ച്, നമുക്കൊരു സൃഷ്ടാവുണ്ട്, എന്റെ ജീവന് ഒരു കർത്താവുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഉടമസ്ഥന്റെ, ആ സൃഷ്ടാവിന്റെ, ജീവൻ പകർന്നവന്റെ സന്നിധിയിൽ പോയി കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ ഏത് ഭാരത്തിലാണോ, ഏത് ഉത്കണ്ഠയിലാണോ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ബോധ്യങ്ങളും അനുഗ്രഹങ്ങളും പ്രകാശവർഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന് നൽകാൻ കഴിയും. എല്ലാ ചിന്തകളും എടുത്തു മാറ്റി ദൈവത്തിന് ഞാൻ എന്റെ ഹൃദയം പങ്കുവയ്ക്കുമ്പോൾ, ദൈവത്തിലേക്ക് എന്റെ ജീവൻ ഞാൻ വിട്ടു നൽകുമ്പോൾ, എന്റെ നിസ്സഹായത ഞാൻ ദൈവത്തിന് തുറന്ന് പങ്കിടുമ്പോൾ, ദൈവത്തിന്റെ ജീവൻ എന്നിൽ വസിക്കുന്നതുകൊണ്ട് എന്റെ എല്ലാ ഹൃദയഭാരങ്ങളെയും എടുത്തു മാറ്റുവാനും, ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നയിക്കുവാനും, എന്റെ സങ്കീർണതകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും. കാര്യം, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഞാൻ തന്നെ എന്നെ സൃഷ്ടിച്ചതല്ല, ഞാനൊരു സൃഷ്ടിയാണ് എന്നൊരു അവബോധം, എന്നൊരു സത്യം ഉൾക്കൊള്ളുന്നവന് വലിയ ജീവിതഭാരങ്ങളില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നേറാൻ കഴിയും. കാര്യം, അവന്റെ സമർപ്പണമാണ്, അവനെ സൃഷ്ടിച്ച ദൈവത്തെ കണ്ടെത്തലാണ്. ദൈവത്തിന്റെ ജീവൻ എന്നിൽ വസിക്കുന്നുവെന്നും എന്റെ നിസ്സഹായതയിൽ എന്റെ ദൈവം ആത്മബോധങ്ങളിലൂടെ സകലത്തിന്റെയും ഉടമസ്ഥനായ എന്റെ ദൈവം, സകല സമ്പത്തിന്റെയും ഉടമസ്ഥനായ ദൈവം, സകല ജീവന്റെയും സകല മനുഷ്യശരീരത്തിന്റെയും ഉടമസ്ഥനായ ദൈവം എന്നെ കരുതുമെന്നും അവൻ എന്റെ നെടുവീർപ്പുകൾ കേൾക്കുമെന്നും അവന്റെ സൃഷ്ടിയാണ് ഞാനെന്നും എനിക്കൊരു ഉടമസ്ഥനുണ്ടെന്നും ആ ദൈവം എന്റെ പിതാവ് എന്നെ ഏറ്റെടുക്കാൻ മതിയായവനാണെന്നും ഉള്ള ബോധ്യം ഉള്ളിൽ കടന്നു വരും. അവൻ സ്വതന്ത്രനാകുകയും ചെയ്യും. അതിന് ചില മണിക്കൂറുകൾ, ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കേണ്ടതുണ്ട്, മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച്. അതിനായാണ് ഒരു ഏകാന്ത പ്രാർത്ഥനയ്ക്കായി, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള നിശബ്ദമായ കുറച്ച് സമയങ്ങൾക്കായി നമ്മൾ സമയം കണ്ടെത്തേണ്ടതും, ദൈവത്തിന്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കേണ്ടതും, ദൈവസന്നിധിയിലിരുന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ച്, അവിടുത്തെ വചനം ശ്രവിച്ച് എന്റെ കുറവുകൾ കണ്ടെത്തി അത് ഞാൻ എടുത്തു മാറ്റാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായും അത്ഭുതകരമായി എന്റെ ജീവിതം ദൈവം നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് അനേകം മക്കൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായി പല മീഡിയകളിലൂടെ പല വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മുമ്പോട്ട് കടന്നു പോകാൻ നമ്മുടെ മുമ്പിൽ ഒരു മാർഗവും ഉണ്ടായിരിക്കില്ല. സാമ്പത്തികം ഉണ്ടായിരിക്കില്ല, ജോലി നഷ്ടപ്പെട്ടിരിക്കാം, കൃഷിഭൂമി നഷ്ടപ്പെട്ടിരിക്കാം, ബിസിനസ് മോശമായിരിക്കാം, യാതൊരു സാമ്പത്തിക സ്രോതസ്സും നമുക്കുണ്ടാവില്ല. ഈ സമയത്ത് എങ്ങനെ പ്രത്യാശയോടെ ഇരിക്കാൻ കഴിയും? എന്നെ ആര് രക്ഷിക്കും? എനിക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കാൻ കഴിയും എന്ന് പ്രക്ഷുബ്ധമായൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ കർത്താവിന്റെ തിരുവചനം നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. കർത്താവിന്റെ വചനങ്ങളെല്ലാം വിശ്വസ്തവുമാണ്. ആകാശവും ഭൂമിയും സകല സമ്പത്തും സൃഷ്ടിച്ച ദൈവം
സകല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഇസ്രയേലെ, നിനക്ക് ഭൂമി കൈവശം ഉണ്ടായിരിക്കുകയില്ല, മറ്റുള്ളവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ കർത്താവാണ് നിന്റെ ഓഹരി, കർത്താവാണ് നിന്റെ അവകാശം. മറ്റുള്ളവരെ പോലെ നിനക്ക് ഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടാവില്ല, ജോലിയിൽ നിന്ന് വരുമാനം ഉണ്ടാവില്ല, ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കർത്താവിന്റെ വാഗ്ദാനം എത്ര മനോഹരമാണ്. കാര്യം നിന്റെ അവകാശം കർത്താവാണ്, നിന്റെ ഓഹരി കർത്താവാണ്. സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം നിന്റെ അവകാശമാണെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കടന്നു വന്നാൽ നീ ദൈവത്തിന്റെ അവകാശിയാണ്. ദൈവം സൃഷ്ടിച്ച മകനാണ്, മകളാണ് നീ എന്ന് തോന്നുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ അവകാശിയാണ്. ഈ ആകാശത്തും ഈ ഭൂമിയിലുള്ള സകലത്തിന്റെയും അവകാശിയാണ് നീ. നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകാൻ കർത്താവിനറിയാം. നമ്മൾ അവിടുത്തെ സന്നിധിയിൽ ചേർന്നിരുന്നാൽ മാത്രം മതി. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഭൂമുഖത്ത് 40 വർഷക്കാലം ആരും അധ്വാനിക്കാതെ, ആരും ബിസിനസ് ചെയ്യാതെ നമ്മളെ പരിരക്ഷിക്കുകയും ഉണ്ണുവാനും ഉടുക്കുവാനും നൽകിയ ആ ദൈവം തന്നെയല്ലേ നമ്മളെ എപ്പോഴും പരിരക്ഷിക്കുന്നത്? അപ്പോൾ ദൈവം ഓഹരിയായി ലഭിച്ച ഒരുവന്, ദൈവത്തെ അവകാശമായി ലഭിച്ച ഒരുവന് ഭയപ്പെടേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. സകല സമ്പത്ത് നഷ്ടപ്പെട്ടാലും സകലതും തകർന്നാലും മുമ്പിലൊരു പ്രത്യാശയുമില്ലെങ്കിലും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, അനുകരണ ഭ്രമമാണ് നമ്മുടെ മനസ്സിലെ ഏറിയ അസ്വസ്ഥതയും കാരണം. നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ സാമ്പത്തിക അവസ്ഥകളും ആർഭാട ജീവിതങ്ങളും അവരുടെ ജീവിത ശൈലികളും മനസ്സുകൊണ്ട് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ അവരെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുമ്പോഴാണ് ഒരുപക്ഷെ അത് സാധിക്കാവുന്ന രീതിയിലുള്ള സാമ്പത്തിക അവസ്ഥകളോ ആരോഗ്യ അവസ്ഥകളോ എനിക്കില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ദുഃഖം, നെഗറ്റീവ് ചിന്തകൾ ഉണരുന്നത്. സ്വന്തമായൊരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതങ്ങളെ അനുകരിച്ച് ആ അവസ്ഥയിൽ എത്താനും കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകളും ദുഃഖങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ജീവിതത്തെയും സങ്കീർണമാക്കുന്നത്. അവരന്റെ വീടോ വാഹനമോ സാമ്പത്തിക ആർഭാടങ്ങളെ കാണുമ്പോൾ ആ അവസ്ഥയിൽ ഒന്ന് ജീവിക്കാനുള്ള ആഗ്രഹമാണ് ലോൺ എടുക്കുവാനോ അല്ലെങ്കിൽ മൂല്യങ്ങളും താഴ്മതയും നഷ്ടപ്പെടുത്തി ധനം സമ്പാദിക്കുവാനോ ഏതവസ്ഥയിലും സമൂഹത്തിൽ മാന്യത ലഭിക്കുവാനായി എങ്ങനെയും ഏത് രീതിയിലും പണം ഉണ്ടാക്കണം എന്ന ചിന്തകളും മൂല്യങ്ങളെ, വചനങ്ങളെ, ദൈവത്തെ, ദൈവബോധ്യങ്ങളെ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്നും തുടച്ചു മാറ്റാനും അവഗണിക്കാനും കാരണമാകുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവിക ജീവൻ നെടുവേർപ്പെടുകയും അസ്വസ്ഥമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സമാധാനമില്ലാത്തവരായി മാറുകയും സമാധാനത്തിന് വേണ്ടി കൃത്രിമമായ മാർഗത്തിലൂടെ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ മറ്റ് മീഡിയകളിലേക്കോ ഒക്കെ നമ്മുടെ മനസ്സ് തിരിയുന്നതും കുടുംബത്തിൽ അസമാധാനം പെരുകുന്നതും പരസ്പരം കുറ്റപ്പെടുത്തുന്നതും പഴിചാരുന്നതും ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ കാരണമാകുന്നതെല്ലാം മറ്റുള്ള ജീവിതങ്ങളെ അനുകരിച്ചും കണ്ടും അതുപോലെ ആയിത്തീരാൻ കഴിഞ്ഞില്ല എന്ന ചിന്തകളും അവബോധ മനസ്സിൽ കടക്കുന്നതുകൊണ്ടാണ് എപ്പോഴും മനുഷ്യരിലെ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. ഒരു കവിതയുടെ വരികൾ ഓർമ്മിക്കുന്നു. ഒരു മലയുടെ താഴ്വരയിൽ ഒരു കാട്ടാറിനരികിൽ താമസിക്കാൻ മോഹം എനിക്കൊരു താമസനെ പോലെ. അനേകം പേർ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് പാടുമ്പോഴും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഈ കാലഘട്ടങ്ങളിൽ അത് സാധിക്കില്ല. അല്ലെ ആ കാലഘട്ടങ്ങളിൽ പോലും ആ ചിന്തകൾ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ആ ചിന്ത സ്വപ്നങ്ങളും മനസ്സിലുണ്ടെങ്കിലും ജീവിക്കുന്നത് ഭൗമികതയുടെ അങ്ങേയറ്റത്താണ്, ആഘോഷങ്ങളുടെ അങ്ങേയറ്റത്താണ്, ആർഭാടങ്ങളുടെ അങ്ങേയറ്റത്താണ്. മനസ്സ് ഏകാന്തത ആഗ്രഹിക്കുന്നുണ്ട്, ശാന്തത ആഗ്രഹിക്കുന്നുണ്ട്, ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ വരികൾ ഏറ്റുപാടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുമ്പോൾ അറിയാം. എന്നാൽ ജീവിതം പ്രാവർത്തികമാക്കുന്നത് അല്ലെ പ്രാക്ടിക്കലാക്കുന്നത് ഇതിൽ നേരെ വിപരീതമാണ്. ഓരോ സമയത്തെയും എത്ര സന്തോഷകരമായി തള്ളിക്കളയാം. ഏതെല്ലാം ആൾക്കൂട്ടങ്ങളിൽ തന്നെ മറയ്ക്കാൻ കഴിയും. പ്രഭാതം മുതൽ സായാഹ്നം വരെയും എന്റെ ജീവിതത്തെ തിരക്കുള്ളതാക്കി മാറ്റാൻ എങ്ങനെ കഴിയും? ഏകാന്തമായ സമയങ്ങളെ ഭയപ്പെടുകയാണ് പല മനുഷ്യരും. ചിന്തകൾ മനസ്സിനെ ഭരിക്കുന്നതുകൊണ്ട്, അസ്വസ്ഥമാകുന്നതുകൊണ്ട്, ദൈവത്തിൽ ആശ്രയബോധം ഇല്ലാത്തതുകൊണ്ട്, വചനത്തിൽ ആശ്രയബോധം ഇല്ലാത്തതുകൊണ്ട് തന്റെ പകലുകളെ എങ്ങനെയെങ്കിലും എത്ര തിരക്കുള്ളതാക്കി മാറ്റാൻ കഴിയും എന്ന ചിന്തയുമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരക്കിൽപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആണ് ഈ കാലഘട്ടത്തിൽ കൂടുതലുള്ളത്. പ്രൈസ് ദി ലോർഡ്.